കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം വരെ 5 വാക്യം വരെയുള്ള വാക്യങ്ങൾ ആമേൻ പ്രൈസ് ദി ലോർഡ് നാം ധ്യാനിച്ചു. ആത്മാവിലെ ദാരിദ്ര്യം, ആമേൻ ദുഃഖത്തെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ ഇത്യാദി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് പകൽ നാം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 6-ാമത്തെ വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ലോകം ഒരു സ്റ്റാൻഡേർഡ് വെച്ചതിൽ നിന്ന് ആ ഒരു സ്റ്റാൻഡേർഡിനോടും സമീപത്ത് പോലും വരാത്ത നേരെ വിപരീതമായ കാര്യങ്ങളാണ് ദൈവരാജ്യത്തിൽ യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ദാരിദ്ര്യം ശപിക്കപ്പെട്ടതും വെറുക്കപ്പെട്ടതുമായ ഒരു ഒരു അനുഭവമായി, ജീവിതാനുഭവമായി ലോകം കാണുമ്പോൾ യേശു പറഞ്ഞു, ദരിദ്രർ, ആത്മാവിൽ ദരിദ്രന്മാർ ഭാഗ്യവാന്മാരാണ്. അതുപോലെ യേശു പറഞ്ഞു, ദുഃഖിക്കുന്നവർ, ദുഃഖം വരുമ്പോഴേക്കും മനുഷ്യർ അതിന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ യേശു പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ലോകത്തിലെല്ലാം നഷ്ടപ്പെട്ടുപെടുന്നവർ എന്ന് ലോകം സാക്ഷ്യപ്പെടുത്തി അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള സൗമ്യതയുള്ളവരെ കുറിച്ച് ഭാഗ്യവാന്മാരെന്ന് യേശു പറയുന്നു. ലോകത്തിൽ സൗമ്യതയുള്ളവർക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും മാത്രം ഈ ലോകം കൊടുക്കുമ്പോൾ യേശു പറഞ്ഞത് അവർ ഭൂമിയെ അവകാശമാക്കും എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ചില ഭാഷകളാണ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും അതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പഠിച്ചാൽ, വിശ്വസിച്ചാൽ, ആശ്രയിച്ചാൽ വളരെ നന്മകൾ ജീവിതത്തിൽ നൽകി തരുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം. വിശപ്പ്, ദാഹം എന്നുള്ളത് ഏത് കാലഘട്ടത്തിലും ഏത് മനുഷ്യജാതിയുടെയും പ്രശ്നമാണ്. മനുഷ്യന് ഏറ്റവും അല്ലെങ്കിൽ മനുഷ്യ സമൂഹം, ഭരണകൂടങ്ങൾ എല്ലാവരും ചിന്തിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ തലപൊക്കച്ചിട്ടുള്ള ഒരു വിഷയമാണ് മനുഷ്യജാതിയുടെ വിശപ്പും ദാഹവും എങ്ങനെ മാറ്റാമെന്ന്. ഇതിന് പരിഹാരം അന്വേഷിച്ചുകൊണ്ട് പലതും അവർ കണ്ടെത്തുവാൻ ശ്രമിച്ചു. പണ്ട് നമ്മുടെ നാട്ടിൽ ഞങ്ങൾ കൃഷിക്കാരായിരുന്നു. കൃഷി ചെയ്യുമ്പോൾ നാടൻ വിത്തുകളായ ചീര, അതുപോലെ തന്നെ ചിറ്റാൻ, അങ്ങനത്തെ കുറെ പേരുകളുള്ള വിത്തുകളാണ് വിതച്ചിരുന്നത്. അത് വിതച്ചു കഴിഞ്ഞ് നല്ല വിളവ് കിട്ടിയാൽ ഒരു പറ വിത്തിന് 16 മേനി കിട്ടും. 16 മേനി. 120 ദിവസം കാത്തിരിക്കണം ശുശ്രൂഷ കൊടുത്തിട്ട്, പുല്ല് പറിച്ചും മറ്റൊക്കെ ചെയ്തിട്ട് ശുശ്രൂഷ 3-4 മാസം കാത്തിരിക്കണം. എന്നാൽ ആധുനിക ഗവേഷണം വർദ്ധിച്ചു. ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പുതിയ പുതിയ വിത്തുകളുണ്ട്. 65 ദിവസം തൊട്ട് 90 ദിവസത്തിനകത്ത് കൊയ്ത് വീട്ടിലെത്തിക്കാൻ കഴിയുന്ന വിത്തുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ വിളവിൻ്റെ ശതമാനം 60%, 50%, 60% വിളവ് കിട്ടും. പണ്ടത്തെ 16, 50 എത്രമാത്രം വ്യത്യാസമുണ്ട്. ധാന്യം വർദ്ധിച്ചു, കൃഷി ഉൽപാദനം വർദ്ധിച്ചു. പക്ഷെ ദാരിദ്ര്യം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ദൈവം, പിതാവായ ദൈവം മനുഷ്യജാതിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവന്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവം കരുതി വെച്ചിരുന്നു. അവന് ഭക്ഷിപ്പാനുള്ളത്, അവന് കുടിക്കാനുള്ളത്, അവന് കഴിക്കാനുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചിട്ട് അവസാനത്തെ സൃഷ്ടിയായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതെന്ന് കാണുവാൻ കഴിയുന്നു. കടലിലെ മത്സ്യങ്ങൾ, ആകാശത്തിലെ പറവകൾ, കരയിലും കടലിലും മത്സരിക്കുന്ന മത്സ്യങ്ങളും കാട്ടുജന്തുക്കളും മറ്റു ജന്തുക്കളെ സകലത്തെയും
സൃഷ്ടിച്ച അവസാനമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവം അവന് പ്രദാനം നൽകിക്കൊടുത്തതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ വിശക്കുന്നു? എന്തുകൊണ്ട് മനുഷ്യൻ ഭാരപ്പെടുന്നു? ഇന്ന് പകൽ ദൈവ മക്കൾ മനസ്സിലാക്കണം, അവൻ ദൈവം തരാത്തതല്ല ഈ ലോകത്തിലെ പ്രശ്നം. നമ്മുടെ ആധുനിക സമൂഹങ്ങൾ, അവൻ എന്നെ തെറ്റിദ്ധരിക്കരുത്, അവൻ പ്രീസലോട് അവൻ നമ്മുടെ രാജ്യം പറയുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിൽ ജനസംഖ്യ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വർദ്ധിച്ചാൽ അവൻ ഒരുപാട് ദാരിദ്ര്യവും പട്ടിണിയും നമ്മുടെ നാട്ടിലേക്ക് വരും. അവൻ എന്തൊരു ഭരണകൂടങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ, ഭരണകൂടങ്ങൾ പറയുന്നു ജനസംഖ്യ വർദ്ധിച്ചാൽ ഈ ലോകത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുകയില്ലെന്ന് അവർ നെടുവീർപ്പിടുമ്പോൾ ദൈവത്തിന്റെ വചനം ആണയിട്ട് പറയുന്നു, ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ചവൻ ആവശ്യമായതെല്ലാം ദൈവം ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. എവിടെയാണ് അപാകത? എവിടെയാണ് അപാകത? ആമേൻ. ഭക്ഷണമില്ലായ്മയല്ല പ്രശ്നം, വെള്ളമില്ലായ്മയല്ല പ്രശ്നം. ആമേൻ. വിതരണത്തിലെ കുഴപ്പങ്ങളാണ്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. വിതരണത്തിലെ കുഴപ്പങ്ങൾ. അതുകൊണ്ട് ഒരു കൂട്ടർ ഭക്ഷണം കഴിച്ച് ആദ്യമേ ബാക്കി വലിച്ചെറിയുന്നു. ചിലരുടെ ധാരണയിൽ ഭക്ഷണം കഴിച്ചാൽ ബാക്കി വെച്ചില്ലെങ്കിൽ അവരെന്തോ കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നു. വേറൊരു കൂട്ടർ അവര് കളയുന്ന എച്ചിലായാലും മതി, വിശപ്പൊന്ന് നടങ്ങട്ടെ എന്ന ആഗ്രഹത്തോടെ പിച്ചച്ചട്ടികളിൽ നിന്ന് പോലും എച്ചിത്തൊട്ടികളിൽ പോലും വാരി വലിച്ചു കഴിക്കുന്നു. ഈ അസന്തുലിതാവസ്ഥ ഭൂമിയിൽ കടന്നു വന്നത് ഇവിടുത്തെ മനുഷ്യജാതിയും ഭരണകൂടങ്ങളും തത്വശാസ്ത്രങ്ങളും അർഹതപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ അർഹതപ്പെട്ടെത്തിക്കാതെ വിതരണത്തിന്റെ അകത്ത് ചില ആളുകൾ മുതലാളിമാരായി മാറിയത് കൊണ്ടും ചിലരത് സ്വരൂപിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ടും ഉണ്ടായ വ്യതിയാനമാണ്. നമ്മുടെ ദൈവം വിശ്വസ്തൻ, അവൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് പോകുന്നില്ല. അതിലൽപ്പ രാഷ്ട്രീയം കടന്നു വരാൻ സാധ്യതയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രങ്ങളൊക്കെ വരാൻ ആഗ്രഹിക്കാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇതിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യന്റെ ജീവിതത്തിൽ മരണം കടന്നതുപോലെ വന്നതിന്റെ വഴി ഏതാണ്? മനുഷ്യ സമൂഹത്തിൽ മരണം വന്ന വഴി ഏതാണ്? പാപം. പാപത്തെ പ്രസവിച്ചത് ആരാ? ഓക്കെ, മനുഷ്യനല്ല, മനുഷ്യനെ സ്വാധീനിച്ചത് വിശപ്പല്ലേ. ഈ തിന്നരുതെന്ന് ദൈവം പറഞ്ഞത് തിന്നതല്ലേ മനുഷ്യജാതിയുടെ ശാപത്തിന് കാരണമായി തീർന്നത്? അല്ലേ? അതിനോടൊരു ആസക്തി കൂടി. വിശപ്പല്ല വിഷയം, വിശപ്പടക്കാൻ നീ ഉപയോഗിക്കുന്ന മാർഗത്തിലാണ് പാപം കിടക്കുന്നത്. ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് പഠിച്ച് അതിനെ ഗ്രഹിച്ച് മനസ്സിലാക്കിയാൽ വലിയ വിടുതലുകൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ യേശുവിനുണ്ടാകുന്ന ശാരീരികമായ ആ കാര്യങ്ങൾ എന്തായിരുന്നു? പ്രവണത. വിശന്നു. യേശുവിന് അവനെ വിശന്നു. യേശുവിന് വിശന്നു. ഉടനെ ആര് കയറി വന്നു? സർപ്പം വന്നു. എന്ന് പറഞ്ഞു, നീ വിശന്ന് നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ ദൈവപുത്രനല്ലേ? നിന്റെ വായിൽ അധികാരമില്ലേ? നീ പ്രാപിച്ചതും സമയം ചെലവഴിച്ചതും പിതാവിനോടല്ലേ? നീ കല്ലിനോടൊന്ന് അപ്പമാകാൻ പറഞ്ഞ് ആ കല്ലിനെ അപ്പമായിട്ട് അതിനെ ഭക്ഷിച്ചിട്ട് നിന്റെ വിശപ്പൊന്ന് മാറ്റേ. പിശാച് ഏത് കാലഘട്ടത്തിലും മനുഷ്യജാതിയെ തകർത്തത് വിശപ്പിനാലാണ്. മനുഷ്യൻ വിശക്കുമ്പോൾ അവന്റെ ഉള്ളിലുണ്ടാകുന്ന ഭ്രാന്തികളിലൂടെ അവൻ ദൈവത്തെ മറന്നു ജീവിക്കുവാൻ ഇടയാക്കണമെന്നുള്ളതാണ് പിശാചി ദാരിദ്ര്യം ലോകത്തിലിട്ടതിന്റെ മുഖ്യമായ വിഷയം. അപ്പൊ യേശു എന്താണ് പറഞ്ഞത്? മത്തായി 4:4 വായിച്ചു നോക്കി, അതിലുണ്ടത്. യേശു അതിന് പറഞ്ഞ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു.
എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം? ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ആമേൻ. താൽക്കാലികമായ ചില ഭക്ഷണങ്ങൾ കൊണ്ട്, ഒരു കഷ്ണം റൊട്ടി കൊണ്ട്, അല്ലെങ്കിൽ ഒരൽപ്പം ഭക്ഷണം കൊണ്ട്, ചോറ് കൊണ്ടോ കറികൾ കൊണ്ടോ പച്ചക്കാമേൻ എന്തുകൾ കൊണ്ടോ മാറ്റുന്ന വിശപ്പ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നതാണ്. അതെപ്പോഴും മരണം വരെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ലോകത്തിൽ ഭൗതികമായി ലഭ്യമായ മണ്ണുകൊണ്ടുള്ള ഈ വിഭവങ്ങൾക്ക് പകരം ഇതിന് മാറ്റാൻ കഴിയാത്ത ഒരു വിശപ്പ് അകത്തുണ്ട്. ആമി മനുഷ്യജാതിക്ക് രണ്ട് പ്രധാനപ്പെട്ട വിശപ്പുണ്ട്. ഒന്നാവർത്തിച്ചു വരുന്ന വിശപ്പാണ്. ജീവൻ നിലനിർത്തണമെങ്കിൽ, ഈ ശരീരത്തിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ ആവർത്തിച്ചു വരുന്ന വിശപ്പ് ആവശ്യമായിരിക്കുന്നത് പോലെ നിന്റെ അകത്ത് വേറൊരു വിശപ്പുണ്ട്. അത് നിനക്ക് മരണം വരെ നിന്നെ ശക്തീകരിക്കാൻ മതിയായതാണ്. യേശുവിന്റെ വാക്കൊന്നുകൂടെ വായിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൊണ്ടുവരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ ഭക്ഷണത്തിന് പരിഹരിക്കാൻ കഴിയാത്ത വിശപ്പുണ്ട്. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട് ചോദിക്കട്ടെ, ആ വിശപ്പ് എപ്പോഴെങ്കിലും നമുക്കുണ്ടായിട്ടില്ല? ആ വിശപ്പ്, ഈ ഭൗതിക വിശപ്പും ആത്മിക വിശപ്പും സമ്മിശ്രമാക്കി ഒരുമിച്ച് ദൈവം ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവ മനുഷ്യനെ, ദൈവിക പൈതലിനെ പരിശോധിക്കാൻ. ആവർത്തനം 8:3. ആവർത്തനം 8:3. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും, അവൻ നിന്നെ താഴ്ത്തുകയും വിശപ്പിക്കുകയും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനവും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ കൂടി വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലൂടെ വരുന്ന വചനങ്ങൾ കൊണ്ടും നിനക്ക് ജീവിക്കാൻ കഴിയും എന്ന് നീ ഗ്രഹിക്കേണ്ടതിനെ, മനസ്സിലാക്കേണ്ടതിനെ, ഗ്രഹിപ്പിക്കേണ്ടതിനും നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. നിന്നെ പോഷിപ്പിക്കുകയും, മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിച്ചു, വചനങ്ങൾ കൊണ്ട് നിന്നെ പോഷിപ്പിച്ചു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. നിന്റെ പിതാക്കന്മാരൊക്കെയും ആമേൻ സ്വർഗീയ മന്ന കൊണ്ട് ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവമക്കൾക്ക് മനസ്സിലായോ? ഏതെങ്കിലും ആമേൻ ധാന്യങ്ങളുടെ മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കിയിട്ടല്ല മരുഭൂമിയിൽ കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഗോതമ്പിന്റെയോ അല്ലെങ്കിൽ യവത്തിന്റെയോ ചോളത്തിന്റെയോ ധാന്യമണികളെടുത്ത് ചക്കരിട്ടാറ്റ് പൊടിച്ച് മാവ് കുഴച്ച് പൊടിപ്പിക്കാതെയോ അപ്പം ഉണ്ടാക്കിയിട്ട് അവൻ സോഷ്യൽ കമ്മ്യൂണിറ്റി എന്താ പറയുന്നത്, കിച്ചൺ ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്തത്. ദൈവം ഓരോ കുടുംബത്തിനും അവർക്ക് ആവശ്യമായത് സ്വർഗീയ ഭോജനമായ മന്ന ഉയരത്തിൽ സ്വർഗത്തിൽ നിന്ന് അവർക്ക് അയച്ചു കൊടുത്തു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന ജീവിക്കുന്നു. ഇനി യേശു ഇതിനെ ഉറപ്പിച്ച് പഠിപ്പിക്കുന്ന വാക്കുണ്ട്. യേശു ഈ കാര്യത്തെ ഉറപ്പിക്കുന്നു. വിശപ്പ് 2 തരമുണ്ടെന്നും 2 തരം ആഹാരമുണ്ടെന്നും ഈ 2 തരം ആഹാരവും മനുഷ്യ ജീവിതത്തിന്റെ ജീവന്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണെന്നും യേശു പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു തന്റെ ഉപദേശം പഠിപ്പിക്കാൻ ആരംഭിക്കുക. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല, സമയപരിമിതികൾ കൊണ്ട്. ജനം ഭക്ഷണം കഴിക്കാൻ വന്നതല്ല. യേശുവിന്റെ പ്രസംഗം വചനം കേൾക്കാൻ വന്നവരാണ്. യേശുവിൽ നിന്നുള്ള വചനം കേൾക്കാൻ ഇറങ്ങി വന്നു. ആ വചനം കേട്ടവർ അവരുടെ ആവശ്യം യേശു തിരിച്ചറിഞ്ഞപ്പോൾ യേശു അവർക്ക് വേണ്ടി കരുതി ഭക്ഷണം കൊടുത്തു. 5 അപ്പം കൊണ്ടും 5000 പേരെ യേശു പോഷിപ്പിച്ചു. 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ടും 5000 പുരുഷന്മാരെയും അതിലധികം സ്ത്രീകളെയും കുട്ടികളെയും യേശു പോഷിപ്പിച്ചു.
ഇപ്പൊ ഇവർക്ക് സന്തോഷമായി. പിറ്റേ ദിവസം ജനം കൂടി വന്നു. ഈ വന്നവർ എന്തിനു വന്നതാ? വചനം കേൾക്കാൻ വന്നതാ? അല്ല. ഈ കടന്നു വന്നവരെ, തലേ ദിവസം അപ്പം ഭക്ഷിച്ചവരെ, ഇവിടെ കൺവെൻഷൻ കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണമുണ്ടെന്ന് നോട്ടീസിലേക്ക് അടിക്കാറില്ലേ? ഉച്ചഭക്ഷണം ക്രമീകരിക്കുന്നുണ്ട്, ചായ സ്നാക്സും ഉണ്ടാകും. അനൗൺസ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. അവര് പക്ക വചനം കേൾക്കാൻ വന്നവരാ. യേശുവിന്റെ വായിൽ നിന്ന് തിരുവായ് മൊഴികൾ കേട്ട് ആമേൻ പ്രൈസ് ദി ലോർഡ് അതിനെ ആമേൻ പങ്കെടുത്ത് ഏറ്റെടുത്ത് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി വന്നവരാ. പക്ഷേ അങ്ങനെ വന്നവര് പിറ്റത്തെ ദിവസം വന്നപ്പോൾ ഭക്ഷണത്തിന് വന്നു. ഇന്ന് നല്ലൊരു കൺവെൻഷൻ വെച്ച് ആളുകൾ വരുന്നത്, ജനം വിജയിച്ചു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? ആൾക്കൂട്ടമാണ്, അല്ലേ? ഈ ആൾക്കൂട്ടത്തെ എങ്ങനെയാ വന്നത്? ഇവിടെ കുറച്ചു മുമ്പേ ഇവിടെ ഈ ലോട്ടസില് ഒരു കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ നടന്നപ്പോ ചാലിശ്ശേരിക്കപ്പുറത്ത് കുമരനെല്ലൂരിൽ നിന്ന് കുറെ ആളുകൾ വണ്ടി പിടിച്ചു വന്നു. രാത്രി 10 ആയപ്പോൾ ആ വണ്ടി ഇവിടേക്ക് വന്നു, എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അതിലൊരാള്, കുറച്ചുപേര് അവിടെ സഹോദരന്മാരൊക്കെ അവിടെ ഇറങ്ങി നിന്നു. 2 ആൾ ഇങ്ങോട്ട് വന്നു. പക്ഷെ വണ്ടിയുടെ കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഏത് വണ്ടിയുടെ പൈസ? ഞങ്ങൾ യോഗത്തിന് കുമരനെല്ലൂരിന്ന് വന്നതാ, വണ്ടിക്കാശ് തന്നില്ല. ഞാൻ ചോദിച്ചു, അതെങ്ങനെ? എനിക്കവിടെ പങ്കെടുത്തൊന്നുമില്ല, ഞാനല്ലല്ലോ സൗകര്യം നടത്തിയത്. അവരെ കാണാൻ അവരെല്ലാവരും പോയിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് പലരും കൊണ്ടുവരുന്നത് കാശ് കൊടുത്ത് റാലിക്കൊക്കെ പാർട്ടിക്കാർക്ക് ആൾക്കാരെ ജാഥ വിളിക്കാൻ കൊണ്ടുപോകും പോലെയാണ്. അങ്ങനെ കൊണ്ടുവന്നവർക്ക് അവരെ ആകർഷിക്കുന്നതായ കാര്യം, നിങ്ങൾക്ക് വന്നവർക്ക് നല്ല ഭക്ഷണം ഉണ്ടെന്നാണ്, ചായ സ്നാക്സും കിട്ടുന്നു, പോകുമ്പോ വണ്ടിക്കൂലിയും കിട്ടുന്നു പറഞ്ഞിട്ടാണ് ഇന്ന് പലരും കൊണ്ടുവരുന്നത്. യേശു അത് പറഞ്ഞതല്ല. എന്നാൽ 2-ാം ദിവസം വന്നവർ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിൽ പങ്കാളിത്തം വഹിച്ചവരും അവരും ഈ വർത്തമാനം കേട്ടവരും 6-ാം ദിവസം പിറ്റേ ദിവസം യേശുവിനടുത്ത് വന്നു. യേശു ഉപദേശം പ്രസംഗിച്ചു. 27-ാം വാക്യം വായിച്ചു. യേശു ഇവിടെ പറഞ്ഞു, സഹോദരന്മാരെ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീ. ഉപദേശം മനസ്സിലായോ? 2ാമത് ഓടിക്കൂടിയ ജനക്കൂട്ടം അപ്പം നിന്നെ പണിയെടുക്കാതെ അപ്പം തിന്നാമെന്ന് വിചാരിച്ചു വന്നതാ. ഇതാണ് ഇന്ന് അനേകം സുവിശേഷകര് ഘോരം വലിയ മൈക്ക് സെറ്റും കെട്ടിക്കൊണ്ട് വലിയ വാട്സിൽ പ്രസംഗിക്കുന്നത്. യേശുവിന്റെ അടുക്കിലേക്ക് വന്നാൽ നിങ്ങളുടെ കഷ്ടത മാറും, യേശുവിന്റെ അടുക്കിലേക്ക് വന്നാൽ രോഗം മാറും, യേശുവിന്റെ അടുക്കിലേക്ക് വന്നാൽ നിങ്ങളുടെ കടബാധ്യതകൾ മാറും. ആമേൻ. ഇന്ന് പകൽ യേശുവിന്റെ ഉപദേശം കൃത്യതയോടെ പറയട്ടെ, നശിച്ചു പോകുന്ന ആത്മീയമേ ആഹാരത്തിന് വേണ്ടിയിട്ടല്ല നീ പ്രവർത്തിക്കേണ്ടത്. നിലനിൽക്കുന്ന ഒരു ആഹാരമുണ്ട്. നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി നീ അധ്വാനിച്ചാൽ, നീ കഷ്ടപ്പെട്ട, ചിലരൊക്കെ പറയാറുണ്ടല്ലോ, പണിയെടുക്കാതെ തിന്നാൻ പറ്റുമോ? ഇല്ല, വിയർപ്പോടെ വേണം ഭക്ഷിക്കാൻ. പക്ഷെ നീ അഹങ്കരിക്കല്ലേ. നിന്റെ വിയർപ്പ് കൊണ്ട് മാത്രമാണ് നീ ഉപജീവിച്ചു പോകുന്നതെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ അവൻ ഇന്ന് പകൽക്കാലം സാത്താൻ നിന്റെ ഹൃദയത്തെ കവർന്നുപോയി. നിന്റെ അധ്വാനങ്ങൾ കൊണ്ടാണ്, നിന്റെ പ്രവൃത്തികൾ കൊണ്ടാണ് നീ അധ്വാനിച്ചതെങ്കിൽ, നീ ജീവിച്ചതെങ്കിൽ, ഇന്ന് പകൽ സാത്താൻ നിന്റെ ഹൃദയത്തെ കവർന്നു കൊണ്ടുപോയി. കാരണം അവന്റെ ഭക്തന്മാർക്ക് ആവശ്യമായത് കരയുന്ന കാക്കക്കുഞ്ഞിനും ബാലസിംഹത്തിനും അതിന്റെ ആഹാരത്തെ കൊടുക്കുന്നത് ദൈവം സർവശക്തൻ മുയലെടുത്തിരിക്കുമ്പോൾ അവന്റെ പരമാധികാരത്തെയും അവന്റെ നിന്നിക്ക് വേണ്ടിയുള്ള കരുതലുകളെയും തുച്ഛീകരിച്ചുകൊണ്ട്, അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നീ നിന്നിൽ തന്നെ പകർന്നാൽ ദൈവം അവസരം തരും. ദൈവം എന്തിനും നിനക്ക് അവസരം നൽകി തരുവാൻ ഇടയാത്തി. എന്തിനാണ് അവസരം തരുന്നത്? ദൈവമാണ് പുലർത്തുന്നത്. പക്ഷെ ഏറ്റുപറയേണ്ടി വരും, അതിനിട കൊടുക്കരുത്. യേശു ശക്തമായിട്ട് പഠിപ്പിച്ചു. മനുഷ്യൻ കാര്യപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചു. യേശു നിത്യജീവനെ കുറിച്ച് പഠിപ്പിച്ചു. എന്നിട്ട് യേശു പറഞ്ഞു,
എന്നെ ഭക്ഷിക്കുന്നവൻ മൂലം ജീവിക്കും. ആത്മീക ജീവിതത്തിന്റെ മൂല്യം, വിശ്വാസ ജീവിതത്തിന്റെ മൂല്യമായ അവസ്ഥകളെ കുറിച്ച് അവിടെ പഠിപ്പിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഉടനെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? 6:60 വാക്യം മുതൽ വായിച്ചു. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക്? ശിഷ്യന്മാരെ പറഞ്ഞത്, പുറകാരല്ല, സഭക്കാരെ പറഞ്ഞത്. ഇതെന്താണെന്ന് എന്ത് പറഞ്ഞു? കഠിന വാക്ക്. യേശു വന്ന് നിങ്ങളിപ്പോ എന്റെ അടിക്കാൻ വന്നതേ ശാപ്പാടടിക്കാനാ, പതിന് കേൾക്കാനൊന്നും അല്ല. സഹോദരന്മാർ, ഇതിനു വേണ്ടിയിട്ടല്ല നീ അധ്വാനിക്കേണ്ടത്. നിത്യജീവനായി അനുവിശേഷണം കൊടുക്കുന്നു നിലനിൽക്കുന്ന ആഹാരം. നിന്റെ ആത്മാവിനാഹാരം നീ കൊടുത്താൽ ഭൗതിക നന്മകളും പിന്നാലെ വരും. ദൈവം അതിനെക്കുറിച്ച് കരുതലില്ലാത്തവനല്ല. ഈ ലോകത്തിന്റെ അപ്പത്തെയും വെള്ളത്തെയും കുറിച്ച് ദൈവത്തിന്റെ ഒരു പ്രമാണമുണ്ട്. മുന്നമേ നീ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടി സകലതും നിനക്ക് തരാമെന്നുള്ള വാക്കുണ്ട്. ദൈവം അതിനെ മറന്നു കളഞ്ഞതല്ല. പകരം ദൈവം നിന്നോട് പറയുന്നത് പ്രാധാന്യം നീ കൊടുക്കേണ്ടത് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ടെന്ന. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ആമേൻ. അപ്പോൾ ചിലര് പറഞ്ഞു, ഓർമ്മക്കാര് പറഞ്ഞതല്ല കേട്ടോ. ആരത് പറഞ്ഞേ? ആ വാക്യം വായിച്ചു. ശിഷ്യന്മാർ കൂടെ നടക്കുന്നവര്, രോഗികളെ സൗഖ്യമാക്കിയവര്, ഭൂതങ്ങളെ പുറത്താക്കിയവര്, കൂടെ നടക്കുന്ന ആ ശിഷ്യന്മാര് പലരും പറയുകയാണ് ഇത് വായിക്കില്ല. ഇത് കഠിന വാക്ക്. ഇനി വാക്യം ഒരു വാക്യം കൂടെ വായിച്ചു. ശിഷ്യന്മാർ അതിനെ കുറിച്ച് അങ്ങ് പുതുപുതുപ്പ് ആരംഭിച്ചു. ഇത് കഠിന വാക്ക്, എങ്ങനെ അനുസരിക്കാം? ബാക്കി ഇത് നിങ്ങൾക്ക് ഇടർച്ച ആക്കുന്നുവോ? മനുഷ്യപുത്രൻ മുൻപേ ഇരുന്നിടത്തേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഇനി അതിന് 60 വാക്യം വായിച്ചപ്പോൾ അന്നു മുതൽ അഥവാ ഉപദേശം പഠിപ്പിച്ചപ്പോൾ, ഉപദേശമായി യേശു പഠിപ്പിച്ചപ്പോൾ അപ്പം നിന്നെ വന്നത് മാത്രമല്ല, കൂടെയുള്ളവർ എന്ത് ചെയ്തു? പിൻവാങ്ങിപ്പോയി. യേശുവിന്റെ സഭ പൊട്ടി. നല്ല ഭാഷയിൽ പറഞ്ഞ യേശു അതുവരെ പഠിപ്പിച്ചു വന്ന അവൻ തത്വശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായി കൂട്ടം കൂടിയവരുടെ ഉദ്ദേശം മനസ്സിലായപ്പോൾ, ഹോളി വരുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് വന്നവരുടെ ലക്ഷ്യം മനസ്സിലായപ്പോൾ യേശു ഉപദേശം എന്ന് പ്രസംഗിച്ചു. ഉപദേശം പ്രസംഗിച്ചപ്പോൾ എന്തുണ്ടായി? ശിഷ്യന്മാര് പറഞ്ഞത് കഠിന വാക്ക്. 66 വാക്യം ഒന്നുകൂടെ വായിക്കാം. അന്നു മുതൽ, ഏത് ഉപദേശം പഠിപ്പിച്ച അന്നു മുതൽ അവന്റെ ശിഷ്യന്മാര് പലരും യേശുവിന് പറഞ്ഞു, പാർശ്വകൂടാമേ സഭ അവിടെ ഇരുന്നോ, ഞങ്ങൾ സ്ഥലം വിടുന്നു. ദൈവമക്കൾക്ക് മനസ്സിലായോ? ഉപദേശം പഠിപ്പിക്കുന്നിടത്ത് ആളുകൾ കുറയുന്നത് കണ്ട് പേടിക്കല്ലേ. ഹല്ലേലൂയ. ഉപദേശം വെട്ടൊരാൾക്കൂട്ടത്തിന് പിന്നാലെ ഉപദേശത്തെ, ദൈവവചനത്തിന്റെ പഥ്യ ഉപദേശത്തെ വിട്ട് ജനത്തിനെ രസിപ്പിക്കുന്ന കർണരസത്തിലേക്കും കെട്ടുകഥകളിലേക്കും മൗഢ്യതർക്കങ്ങളിലേക്കും വ്യർത്ഥമായ പാരമ്പര്യങ്ങളിലേക്കും ജനത്തെ കൊണ്ടുപോകുമ്പോൾ എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. ഉപദേശമായി പഠിപ്പിക്കുമ്പോൾ നല്ലൊരു സംഖ്യ വിട്ടുപോകും. ഇപ്പൊ യേശുവിന്റെ സഭയിൽ എത്ര ആൾക്കാരായി ശേഷിച്ചു? പണ്ട് 12, യേശു അടക്കം 13 എന്ന് പറഞ്ഞാൽ ഉപദേശിയും കൂടെയുള്ള അത്യാവശ്യം കുറച്ച് 13 ആളും. ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? സ്ഥലം വിട്ടുപോയി എന്നർത്ഥം. മനസ്സിലായോ? നിങ്ങൾ എവിടെ ആൾക്കൂട്ടം കാണുന്നോ അവിടെ അന്വേഷിച്ചോ, ഉപദേശം കാണില്ല. ഉപദേശമായി വ്യാഖ്യാനിക്കുമ്പോൾ ജനം കുറയും. അതിൽ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. എന്റെയോ നിങ്ങളുടെയോ പ്രതിഫലം തീരുമാനിക്കുന്നത്, എന്റെ പ്രതിഫലം തീരുമാനിക്കുന്നതിന്റെ മുന്നിൽ എത്ര പേരുണ്ടെന്നുള്ളതല്ല, ഞാൻ എത്രമാത്രം എന്റെ ദൈവവചനത്തോട് വിശ്വസ്തരായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്.
ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത് നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം പ്രാർത്ഥിച്ചു പോഷിച്ചു വാങ്ങിച്ചു എന്നുള്ള പേരിലല്ല, നിങ്ങളുടെ ദൈവമായ ബന്ധത്തിനും ദൈവത്തിനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ എന്തിനാ എണ്ണത്തെ പേടിക്കണേ? നമുക്ക് ദൈവത്തോട് വിശ്വസ്തരായിരുന്നാ പോരെ. യേശു 6-ാം അധ്യായം വീട്ടിലേക്ക് ചെന്ന് നിങ്ങൾ വായിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിന് 51 വാക്യം വായിച്ചു, ഞാൻ വായിച്ചു വിടുന്നേ ഉള്ളൂ, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം അപ്പൊ യേശുവിനെ ഭക്ഷിക്കണം. ജീവനുള്ളപ്പം ആരാണ്? യേശു. ലോകത്തിന്റെ വലിയ പ്രശ്നം വിശപ്പ്. വിശപ്പ് മാറാനുള്ള പരിഹാരം യേശുവിലുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. 40 കൊല്ലക്കാലം വായു വിഴുങ്ങിയിട്ടല്ല, വായു ഭക്ഷിച്ചിട്ടല്ല നമ്മുടെ പിതാക്കന്മാർ വഴിയെ മരുഭൂമിയിൽ യാത്ര നടന്നത്. സ്വർഗത്തിൽ നിന്ന് വന്ന മന്നയാണെങ്കിൽ, ആ ജീവനുള്ള മന്ന യേശു ആണെങ്കിൽ, യേശുവിനെ ഭക്ഷിച്ചാൽ നിന്റെ ഈ ലോകത്തിലും പരലോകത്തിലും നിനക്ക് ജീവൻ നിലനിർത്താൻ കഴിയും. ഇനി രണ്ടാമത്തത് ദാഹത്തെ കുറിച്ച്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ നമുക്ക് വിഷയത്തിലേക്ക് വേഗം പോകാനാണ് ഓടുന്നത്. ആമേൻ. യോഹന്നാൻ 4-ാം സുവിശേഷം യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ അതിൽ യേശു ദാഹത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 4:10 10-ാം വാക്യം വായിച്ച്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു. ചരിത്രം നമുക്കറിയാമല്ലോ. ശിഷ്യന്മാരെ ആഹാരം വാങ്ങിക്കാൻ പോയിരിക്കുക. യേശു ഒറ്റയ്ക്ക അവിടെ യാക്കോബിനോട് അമ്മ കിടന്നവിടെ നിൽക്കുക. ഉടനെ തന്നെ ഒരു ശമരിയ സ്ത്രീ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ പോകുന്നു. അവളൊരു വേശ്യ സ്ത്രീയാണ്. ജനം കാണാൻ അവൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എല്ലാവരും വെള്ളം എടുക്കുന്ന രാവിലെയോ അല്ലെങ്കിൽ തിരക്കൂടുന്ന വൈകുന്നേരമോ അവൾ വരില്ല. ആരും കുളക്കടവിലില്ലാത്ത കിണൽക്കാരമ്മയും കടവിലില്ലാമ്മയും സമീപത്ത് വരാത്ത നട്ടുച്ച നേരത്തെ അവൾ വരും ഒറ്റയ്ക്ക്. യേശു അവളോട് സംസാരിക്കാൻ ആരംഭിച്ചു. യേശു അവളോട് ചോദിച്ചു, സഹോദരി കുറച്ച് വെള്ളം കുടിക്കണമല്ലോ. അപ്പൊ യേശുവിനെ കണ്ട് അവൾ ചോദിക്കുകയാണ്, അവൻ നീ യഹൂദനല്ലേ? പിന്നെ ചോദിക്കുന്നവനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ നിന്നോടല്ലേ ചോദിക്കുക, നീ എന്നോട് ഇങ്ങോട്ട് നീയും ചോദിക്കും. ചോദ്യകർത്താവ് മാറിയത് കണ്ടോ? യഥാർത്ഥത്തിൽ ഇപ്പൊ ദാഹിക്കുന്നത് ആർക്കാ? യേശുവിനല്ലേ? യേശു അവനോട് ചോദിച്ചു, സഹോദരി ആമേൻ, എനിക്കല്പം വെള്ളം വേണം. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. ഈ വിഷയത്തോടോ ഗിരിപ്രഭാഷണത്തോട് ബന്ധപ്പെട്ടതല്ല, സുവിശേഷ പ്രവർത്തനത്തിന് ചില നിയമങ്ങൾ ഇതിനകത്തുണ്ട്. സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നീ എന്നെ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ദാഹം തരുന്ന വെള്ളത്തെ കുറിച്ച് മനസ്സിലാക്കണം. ആ വായിക്ക് വായിച്ച ബാക്കി. അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. 13-ാം വാക്യം. യേശുവോട് ഈ കൊടുക്കുന്ന വെള്ളം, സഹോദരിയെ, നീ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനൊക്കെ കുറച്ച് കഴിഞ്ഞ നീയും ദാഹിക്കും. ഇനി ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാൾ ദാഹിക്കുകയില്ല. യേശു തരുന്നൊരു വെള്ളമുണ്ട്, ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം. മനുഷ്യ ചരിത്രത്തിന്റെ മനുഷ്യജാതികളുടെ ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്നവന്റെ വിശപ്പ് മാറ്റുന്നത് ദൈവത്തിന്റെ ആത്മീക വചനമാണ്. അവന്റെ ദാഹം തീർക്കുന്നത് ജീവനുള്ള വെള്ളമാണ്. അതിന് ഒരു 14-ാം വാക്യം കൂടി ചേർത്ത് വായിച്ചു. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്നതാ. ഇന്ന് പകൽ ആ വെള്ളം കുടിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടോ? അതോ നശിച്ചു പോകുന്ന അപ്പത്തിന്റെയും ദാഹത്തിന്റെയും പുറകിൽ ഓടി ആയുസ് മുഴുവൻ തീരുന്നതാണോ നമ്മുടെ ജീവിതം? ഇന്ന് പകൽ നമുക്ക് തീരുമാനിക്കാം. ഇനി അത് യേശു ക്രിസ്തു വിശപ്പും ദാഹവും പരിചയപ്പെടുത്തുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ. ഇനി നമുക്ക് നീതി എന്ന വിഷയത്തിലേക്ക് പോകാം. നീതി
എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിൽ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താ? നീതി അല്ലെങ്കിൽ നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് നിങ്ങൾ ഞാൻ പറഞ്ഞു? നിങ്ങൾ ഇങ്ങനെ പിടിപിടിക്കാതെ ഉറക്കപ്പാട ഇവിടെ തെറ്റായി നിങ്ങളെ സ്കൂളിൽ ഇമ്പോസിഷൻ ആരെങ്കിലും എഴുതിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ ആരെങ്കിലും കളിയാക്കുന്നുണ്ട്? ഇല്ലല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞ് നിങ്ങളിലൊരു ആത്മധൈര്യം ശേഖരിച്ച് നിങ്ങളുടെ അകത്തൊരു ധൈര്യം വരട്ടെ. നിങ്ങൾ പഠിച്ചത് ഗ്രഹിച്ചത് ആമേൻ എല്ലാം ശരിയാകണം. എന്തിനാ ശഠിക്കുന്നത്? എന്തിനാ? അത് തെറ്റല്ലേ? നമുക്ക് തെറ്റുകളില്ലേ നമ്മുടെ കയ്യിൽ? അത് ശരി മാത്രം ചെയ്യുന്നവരും പറയുന്നവരാണോ നിങ്ങൾ? അങ്ങനത്തെ മൗഢ്യത ഉണ്ടാകല്ലേ. നിങ്ങൾക്ക് അറിവുള്ളത് ബോധ്യമുള്ളത് പറയാൻ പഠിക്കും. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ഏറ്റവും വലിയ ഉയർച്ചയുടെ ശത്രു നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ഈ ഭയത്തെ ആദ്യം പുറത്ത് മാറ്റാതെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല ഒരു സ്ഥലത്തും. നീതിമാൻ എന്ന് ലോകം പറയുന്നത് എന്തിനാണ്? എങ്ങനെയുള്ളവരാണ്? സത്യമൊക്കെ അഥവാ ഒരു ധാർമ്മിക നിലവാരത്തിന്റെ പേരാണ് ലോകത്തിന് കഴിഞ്ഞല്ലേ ധാർമ്മിക നിലവാരം. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറയുക, നീതിയോടെ പ്രവർത്തിക്കുക, മനുഷ്യനും തമ്മിൽ ഇടപാടുകളിൽ കൃത്യത പാലിക്കുക, വാക്കുകളിൽ സൂക്ഷ്മത പാലിക്കുക, പറഞ്ഞത് ചെയ്യുക, ഇവിടെ പറഞ്ഞാൽ അപ്പുറത്ത് കാണരുത്, ഇവിടെ പറഞ്ഞാൽ ഇവിടെ തന്നെ കാണുക. ഈ വക കാര്യങ്ങളുള്ള സ്വഭാവ വിശേഷതകൾ ഉള്ളതവരെ എന്തിനു ഞാൻ ആ വാക്കൊന്ന് സന്ദർശിച്ച് പറയാം. ഇവിടെ മനുഷ്യനും തമ്മിലും മനുഷ്യനും നിയമവും തമ്മിൽ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് നീതി എന്നുള്ള വാക്ക്. കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്ന കാര്യം ഇതിനെയാണ് നീതി എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനും നീതിയുള്ളവരായിരിക്കണമെന്ന് ദൈവവും മനുഷ്യനും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. പഴയ നിയമ കാലഘട്ടത്തില് പ്രവാചകന്മാരെ എല്ലാവരും പ്രസംഗിച്ചത് നീതിമാനായിരിക്കും എന്നുള്ളതാണ്. മീക 6:8 വായിച്ചു. മീക 6:8 മനുഷ്യ നല്ലതെന്തെന്ന് അവൻ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട്. ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന ഗുണങ്ങളാണ് ഇവിടെ വായിച്ചത്. ഒന്ന് മുതിർന്നവരാണ് വായിച്ചു നിർത്തി. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. ഇതിനാണ് നീതിമാന്റെ സ്വഭാവ വിശേഷതകളെയാണ് ഇവിടെ പറയുന്നത്. മീക പ്രവാചകൻ ലോകത്തിൽ തന്റെ ജനത്തിനോട് പറയുകയാണ്, എന്താ വേറെ ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഇനി ദൈവം നേരിട്ട് ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം 15:1-2 കൂടെ വായിക്കാം. സങ്കീർത്തനം 15:1-2. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആവസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നീതിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ആര് ചെല്ലും? 15-ാം സങ്കീർത്തനം മുഴുവൻ പഠിപ്പിക്കുന്നതാണ്. ദൈവം നീതി ആഗ്രഹിക്കുന്നു. നീതിമാനായി ജീവിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകൾ മീക പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇനി ഈ പരിണാമമൊക്കെ ജീവിച്ചെന്ന് വിചാരിക്കുക. ഇയ്യോബ് 9:1-2 വാക്യങ്ങളൊന്ന് വായിച്ചു. ഇയ്യോബ് 9:1-2. ഉത്തരം പറഞ്ഞതെന്നാൽ അത് അവനെ തന്നെ എന്ന് എനിക്കും അറിയാം നിശ്ചയം. ദൈവസന്നിധിയിൽ മർത്യൻ
നീതിമാനായിരിക്കുന്നത് എങ്ങനെ? ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം കാണിച്ചാലും എന്തെല്ലാം നീതി എന്നുള്ള പേര് ചെയ്താലും ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് 0 മാർക്കായിരിക്കും. ആ വാക്യം ഒന്നും കൂടെ പറയുന്നു. മർത്യൻ ദൈവത്തിന് മുമ്പിൽ നീതിമാനായിരിക്കുന്നത് എങ്ങനെ? യെശയ്യാവ് 64:6 കൂടെ വായിച്ച് ആ നീതി എന്ന വാക്യത്തിലേക്ക് വേഗം പോകാം. യെശയ്യാവ് 64:6. ഞങ്ങളെല്ലാവരും ശുദ്ധരായതുപോലെ പോലെ ആയിത്തീർന്നു. ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറവുള്ള തുണി പോലെ എന്ന് പറഞ്ഞാൽ മനുഷ്യജാതി തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ള ജീവിതം നയിക്കുവാൻ അവൻ യോഗ്യൻ കഴിയുകയില്ല എന്ന് ദൈവവചനം അടിവരയിട്ട് പഠിപ്പിക്കുന്നു. അപ്പൊ മനുഷ്യർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് പൂർത്തീകരിക്കുവാനോ അത് തികയ്ക്കുവാനോ കഴിയാത്തതാണ് മനുഷ്യന്റെ നീതി എന്ന വാക്കെങ്കിൽ നമുക്ക് എങ്ങനെ ലോകത്തിൽ നീതിമാനായി തീരുവാൻ കഴിയും? ഉത്തരം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 3:13 മുതൽ ഒന്ന് വായിക്കാം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനം കഴിക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദ്ദാനക്കരെ അവനടുത്ത് പോന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനം എടുക്കാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുത്ത് വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. യേശു എന്താ പറഞ്ഞത്? യേശു ഇവിടെ പഠിപ്പിച്ച നീതി എന്താണ്? ആ നീതി എന്തെന്ന് കണ്ടാൽ നീതിക്ക് വിശുദ്ധ ദാഹിക്കുന്നവർ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. യേശു ഇവിടെ പറഞ്ഞ നീതി എന്താണ്? ആമേൻ. അല്ലെങ്കിൽ ബൈബിൾ പ്രതീക്ഷിക്കുന്ന അനുശാസിക്കുന്ന നീതി എന്താണ്? നീതിക്ക് വിശുദ്ധ ദാഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഈ വാക്കിനെ എടുത്തുകൊണ്ട് അനേകതി ക്രിസ്തീയ വിപ്ലവ ലിബറൽ തിയോളജി എന്ന് പറഞ്ഞ വിഭാഗക്കാർ ഭരണകൂടങ്ങൾക്ക് യുദ്ധം ചെയ്യുവാൻ ജനത്തെ സജ്ജരാക്കിയതായിട്ട് എനിക്കറിയാം. ആ ലിബറൽ തിയോളജിയുടെ ശക്തി കൊണ്ടുള്ള സ്വാധീനം, ഉപദേശത്തിന്റെ സ്വാധീനങ്ങൾ കൊണ്ടാണ് പോളണ്ടിലെ ഗവൺമെന്റ് തകർന്നു വീണത്. ഇതിന് തെറ്റായിട്ട് സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാനുള്ള ഒരു ആന്തരിക ശക്തിയായി ദൈവനീതിയെ പലരും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ സത്യമായ നീതി എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനമായ ബൈബിളിൽ അനുശാസിക്കുന്ന നീതി, ഈ യേശുക്രിസ്തുവിന്റെ സ്നാനത്തിൽ യോഹന്നാനോട് യേശു പറഞ്ഞ നീതി എന്താണെന്ന് ഞാൻ വായിച്ചു തരാം, നിങ്ങൾ കേൾക്കുക. ദൈവത്തിന്റെ നിയമത്തിനും ദൈവത്തിന്റെ ഇഷ്ടത്തിനും അനുരൂപമായി ജീവിക്കുന്നതിന്റെ പേരാണ് നീതിയുള്ള ജീവിതം. ഒന്നുകൂടെ എഴുതുന്നത് വേണ്ടിയാണ്. ദൈവത്തിന്റെ നിയമത്തിനും ദൈവത്തിന്റെ ഇഷ്ടത്തിനും അനുരൂപമായി ജീവിക്കുക എന്നുള്ളതാണ് നീതി. അതുകൊണ്ടാണ് യേശു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ തന്നെ വിധേയപ്പെടുത്തിയത്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്തിനും ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്ന ജീവിത ശൈലിക്കും വേണ്ടിയുള്ള വിശപ്പും ദാഹവും അതാണ് തൃപ്തി വരുത്തുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇതുവരെ ഉപവസിച്ചതിൽ എപ്പോഴെങ്കിലും ഈ വക വിഷയങ്ങൾ കയറി വന്നിട്ടുണ്ടോ? നിന്റെ ഇഷ്ടം ചെയ്യാൻ, നിന്റെ വചനത്തിന്റെ ജീവിതത്തിൽ പകർത്താൻ ഒരു കൊതി വന്നിട്ടുണ്ടോ? ദൈവമക്കളെ, നമുക്ക് അതിന് വിശപ്പുണ്ടായിട്ടുണ്ടോ? ദാഹമുണ്ടായിട്ടുണ്ടോ? യേശു കർത്താവ് അഥവാ ദൈവത്തിന്റെ വചനം എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതേ നശിച്ചു പോകുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവുമല്ല. അത് ദൈവം നിഷേധിച്ചിട്ടില്ല, കണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ വിലയേറിയതാണ് നിലനിൽക്കുന്ന ആഹാരം. ആമേൻ. വീണ്ടും ഒരിക്കൽ പോലും ദാഹിപ്പിക്കാത്ത ജീവജലം, ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ഇഷ്ടവും ചെയ്യുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് അതിനുവേണ്ടി ദൈവശക്തിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചവരെ കേൾക്കുന്നവരിൽ എത്ര പേരുണ്ട്? നമ്മുടെ പ്രാർത്ഥന പലതും വീട് പണിക്ക്,
അല്ലെങ്കിൽ മക്കൾ പഠിക്കാൻ, അല്ലെങ്കിൽ രോഗങ്ങൾ മാറാൻ, കടം മാറാൻ, വീട് ഉണ്ടാക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ വക വിഷയങ്ങളൊന്നും ആമേൻ ആരുടെയും പ്രാർത്ഥന വിഷയത്തിൽ വരാറില്ല. എന്നാൽ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിലുള്ളവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കണം. നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്നോട്ട് ചിന്തിക്കാനൊരു അവസരം ദൈവം തരിക. അങ്ങനെ ചിന്തിച്ച് മുന്നേറുവാൻ കർത്താവ് ഒരു അവസരം നമുക്ക് ഒരുക്കി തരിക. നീതിക്ക് വിഷയം ദാഹിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ജീവിച്ചാൽ തൃപ്തിയുള്ള ജീവിതം നടത്തുവാൻ കർത്താവ് സഹായിക്കും. ഈ വചനങ്ങൾ അനുഗ്രഹിക്കുന്നു. കടലിൽ പ്രാർത്ഥിക്കാൻ തോന്നി